ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ രാവിലെ തന്നെ നടക്കാൻ പോയി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ റോട്ടിൽ വളരെ പ്രചോദനകരമായ ഒരു കാഴ്ച കണ്ടപ്പോഴാണ് ഈ വീഡിയോ ചെയ്യാൻ കാരണം. അത് വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും ഒരു പയ്യൻ ഒരു യൂണിസൈക്കിളുമേ നല്ല രീതിയിൽ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് സൈക്കിൾ ചവിട്ടി പോകണത് കാണാൻ പറ്റും. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒറ്റ ടയർ ഉണ്ടാവുള്ളൂ, ഹാൻഡിൽ ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ 2 ടയർ ഹാൻഡിലുള്ള സൈക്കിളുമ്പോൾ തന്നെ നമുക്ക് ചവിട്ടി ഇത്ര കിലോമീറ്ററൊക്കെ പോകുമ്പോൾ തന്നെ നമ്മൾ ആവശ്യതയായി പോകും. ഇത് ആളുടെ കാര്യം ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അത് വീഡിയോയിൽ ആൾ ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ആളുടെ പിന്നാലെ ഞാൻ കൂടി നല്ല രീതിയിൽ നല്ല കോൺഫിഡൻ്റ് ആയിട്ടാണ് ആൾ പോണത്. അപ്പോൾ ആളോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ മെസ്സേജ് ഇത്രേ ഉള്ളൂ. ഇപ്പോഴത്തെ ഈ യുവജനങ്ങൾക്കിടയിലുള്ള ഡ്രഗ്സ് അഡിക്ഷനും അതേപോലെ തന്നെ മൊബൈൽ ഗെയിം അഡിക്ഷനും ഒരുതമൊട്ട് മിക്ക യുവജനങ്ങൾക്കിടയിലും ഈ ഒരു സംഭവം ഉണ്ട്. അതിനെതിരായിട്ടുള്ളൊരു ഉദ്യമമായിട്ടാണ് ആൾ ഇതിനെ കണ്ടേക്കുന്നത്. അപ്പോൾ അബിൻ ഇപ്പോൾ കറുകുറ്റി ജംഗ്ഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കറുകുറ്റി ജംഗ്ഷനിലേക്ക് എത്തുമ്പോൾ കറുകുറ്റിയുടേതായ ഒരു സ്വീകരണം നമ്മൾ കൊടുത്തു. വേറെ ഒന്നുമല്ല, നമ്മുടെ കറുകുറ്റി മേള സാംസ്കാരിക വേദിയുടെ എക്സിക്യൂട്ടീവ് മെമ്പറും അതുപോലെ തന്നെ കറുകുറ്റി യൂണിയൻ്റെ ലീഡറുമായ സിജോ സ്റ്റീഫനാണ് അദ്ദേഹത്തെ അബിനെ സ്വീകരിച്ചു. ആൾക്ക് ഞങ്ങളൊരു തൊട്ടടുത്ത ബേക്കറിയിൽ നിന്ന് ഒരു വെള്ളം, ആൾക്ക് ഫ്രഷ് ലൈം മതി എന്ന് പറഞ്ഞപ്പോൾ വെള്ളം മേടിച്ചു കൊടുത്തു. അങ്ങനെ ആളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം നല്ല രീതിയിൽ എഫേർട്ട് എടുത്താണ് അവൻ ഈ പറഞ്ഞ തിരുവനന്തപുരം തൊട്ട് കന്യാകുമാരി തൊട്ട് കാസർഗോഡിലേക്കുള്ള യാത്രയാണ്. ഇത്ര കിലോമീറ്റർ ഇപ്പോൾ 20 ദിവസം കഴിഞ്ഞു. ഇപ്പോൾ 20 ദിവസത്തെ യാത്രയിലാണ് ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ ജില്ലയിലേക്ക് ഇപ്പോൾ കിടക്കാമാണ്. ഇന്നലെ പുള്ളി അങ്കമാലി തങ്ങി, അപ്പം അങ്ങനെ തൃശ്ശൂർ ജില്ലയിലേക്ക് കിടക്കണം. ഇപ്പോൾ അതേ ആളെക്കുറിച്ച് കറക്റ്റ് കാര്യങ്ങൾ ഇപ്പോൾ പറയും, അത് നമുക്ക് ശ്രദ്ധിക്കാം. ഹായ്, എൻ്റെ പേര് അബി. ഞാൻ വരുന്നത് തിരുവനന്തപുരം കന്യാകുമാരി ബോർഡറായിട്ടുള്ള മോട്ടോർജിൽ നിന്നാണ്. അപ്പം എൻ്റെ യാത്ര എന്ന് പറയുന്നത് യൂണിക് സൈക്കിളിലാണ്, ഒറ്റവീലുള്ള ഈ യൂണിക് സൈക്കിളാണ് എൻ്റെ യാത്ര. അപ്പം ഈ യാത്ര ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് ട്രാവലിങ്ങിനോടുള്ള അതിയായ ആഗ്രഹവും പിന്നെ പുതിയ തലമുറയ്ക്കുള്ള ഒരു സന്ദേശവുമാണ്. അതായത് ഡ്രഗ്സിലോട്ടും മൊബൈൽ ഗെയിം അഡിക്ഷനിലോട്ടും പോവാതെ പുതിയ സ്പോർട്സിൽ ആക്റ്റീവ് ആവുക എന്നുള്ളതാണ് എൻ്റെ ട്രാവലിങ്ങിനോട് ഞാൻ കൊടുക്കുന്ന മെസ്സേജ്. എവിടം വരെയാണ് പോകണം? കാസർഗോഡ് വരെ 14 ജില്ലയും കംപ്ലീറ്റ്. ഇപ്പം 7 ജില്ല കഴിഞ്ഞ് 8ാമത്തെ ജില്ല തൃശ്ശൂർ കയറാൻ പോവുകയാണ്. ഇന്നലെ അങ്കമാലിയിലായിരുന്നു സ്റ്റേ. അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞ് അപ്പം നമ്മുടെ ഓഫീസിലേക്ക് ഡി സ്ക്വയറിലേക്ക് പുള്ളി കയറി ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ എല്ലാവരുടെ ഒരു അഭ്യർത്ഥന, നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഒന്ന് എത്തിക്കാനായിട്ട്. കാരണം ഇപ്പോൾ തൃശ്ശൂർ വരെ എറണാകുളം ജില്ല ആയിട്ടുള്ളൂ, ഇനി തൃശ്ശൂർ ജില്ല തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ തൃശ്ശൂർ ജില്ല തൊട്ട് ആൾക്ക് കാസർഗോഡ് വരെ 7 ജില്ലകൾ ഇനി കിടക്കാണ്. അപ്പോൾ ഈ 7 ജില്ലയിലും ആൾക്ക് വൈകുന്നേരം താമസിക്കാനൊരു സ്ഥലം, അങ്ങനെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ഉപകാരങ്ങൾ ആൾക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ചതൊന്ന് മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒരു കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.